കുത്തിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഇൻഡിക്കേറ്റർ ബ്ലിങ്ക് ആയിട്ടുണ്ട്. അതെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ ഈ വീഡിയോയിൽ ഇതിൻ്റെ ഫോട്ടോ വന്നത്. അപ്പോൾ നമ്മൾ പവർ ബാങ്ക് ലാപ്ടോപ്പിൻ്റെ പഴയ ബാറ്ററി കൊണ്ട് ചെയ്യാമെന്നാണ് വിചാരിച്ചത്. പക്ഷേ അത് ചീത്തയായി പോയി. അപ്പോൾ നമ്മൾ ഇതിവിടെ ബാറ്ററി എടുത്തിട്ടുണ്ട്, റീചാർജബിൾ ബാറ്ററി എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ 18650 എന്നുള്ളത് 2600 മില്ലി ആംപിയറിൻ്റെ ബാറ്ററിയാണ് യൂസ് ചെയ്യണേ. അപ്പോൾ ഇത് അത്യാവശ്യം നല്ലൊരു ബാറ്ററി ബാക്കപ്പ് കിട്ടുന്നതാണ്. അപ്പോൾ അതിന് വേണ്ടി നമ്മൾ ബാറ്ററിയുടെ സോക്കറ്റുകൾ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സാധനം നമ്മൾ ഓൺലൈനിൽ നിന്ന് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ വെച്ച് കണക്ട് ചെയ്യണ്ട. ഇതൊക്കെ വെച്ച് കണക്ട് ചെയ്യുമ്പോൾ നമുക്ക് നല്ല കറക്റ്റായിട്ട് നല്ല സെറ്റായിട്ട് അവിടെ ഇരുന്നോളൂ. അപ്പോൾ നമ്മൾ ഇവിടെ 4 ബാറ്ററിയാണ് ചെയ്യാനായിട്ട്. അപ്പോൾ നമ്മൾ പാരലായിട്ടാണ് കണക്ഷൻ കൊടുക്കാനായിട്ട്. അത് പോസിറ്റീവായിട്ട് വരും, നെഗറ്റീവായിട്ടും വരും ഇവിടെ. അപ്പോൾ പാരലായിട്ട് കൊടുക്കാൻ വേണ്ടി ചാർജബിളിന് വേണ്ടിയിട്ടാണ്, പവർ ബാങ്കിന് വേണ്ടിയിട്ടാണ്, അങ്ങനെ നമുക്ക് ആംപിയർ കൂടുതൽ കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇതേപോലത്തെ ഒരു ബോർഡ് നമുക്ക് വരേണ്ടത്, ഇതിൻ്റെ പവർ മൊഡ്യൂൾ ബോർഡ് വരേണ്ടത്. അധികം പൈസ ഒന്നും വന്നില്ല, ചെറുതാണത്. പക്ഷേ ഇതിനകത്ത് നമുക്ക് സി പോർട്ട് ഉപയോഗിച്ച് ചാർജ് ചെയ്യാനും പറ്റും. USB പോർട്ട് അവിടെ ഉള്ളതാണ്. അപ്പോൾ അങ്ങനെ ചെയ്യാൻ പറ്റിയ ബോർഡ് വരാനുണ്ട്, അധികം പൈസ ഒന്നുമില്ല. അപ്പോൾ നമ്മളത് ബാറ്ററി ഒന്ന് ജോയിൻ ചെയ്യാനായിട്ട് നമുക്ക് വയറൊന്ന് സോൾഡർ ചെയ്ത് ശരിയാക്കാൻ കേട്ടോ. അപ്പോൾ പാരൽ കണക്ഷന് വേണ്ടിയിട്ട് നമ്മൾ പോസിറ്റീവായിട്ട് അങ്ങനെ കണക്ട് ചെയ്യണം. അത് 2 സൈഡും നമ്മൾ അതേപോലെ വയറിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ബാലൻസ് വയർ തന്നെയാണ് അവിടെ നിർത്തിയേക്കണത്, മറ്റേ ബോർഡ് കണക്ട് ചെയ്യാനായിട്ട് കേട്ടോ. അപ്പോൾ ആദ്യം ലെഡ് ഉപയോഗിച്ചിട്ട് അവിടെ നിന്ന് സോൾഡർ ചെയ്ത് പിടിപ്പിക്കണം, എന്നാലേ വയർ അവിടെ പിടിക്കുകയുള്ളൂ. അപ്പോൾ അതേമാതിരി ഇത് സ്പാർക്ക് നല്ലൊരു ചാർജിങ് ഉള്ള ബാറ്ററിയാണത്. അപ്പോൾ ഇതേപോലെ വയർ നമ്മൾ ബ്ലാക്കും റെഡുമാണ് കൊടുക്കാറ് സാധാരണ. നമ്മളിവിടെ ബ്ലാക്ക് വയർ ഇല്ലാത്തതിൻ്റെ പേരിൽ നമ്മൾ യെല്ലോവും ഒരു ബ്രൗൺ വയറാണ് കൊടുക്കുന്നത്. അപ്പം ബ്രൗൺ വയർ പോസിറ്റീവും യെല്ലോ നെഗറ്റീവായിട്ടാണ് കണക്ട് ചെയ്തേക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള വയർ വെച്ച് കണക്ട് ചെയ്യുക. അതിൻ്റെ പൊളാരിറ്റി കറക്റ്റായിട്ട് നിങ്ങൾ നോക്കണം. അപ്പോൾ ഈ ബോർഡിലോട്ട് നമ്മൾ സോൾഡർ ചെയ്ത് നെഗറ്റീവിലോട്ട് കൊടുക്കുന്നുണ്ട്, അതേപോലെ തന്നെ പോസിറ്റീവും നമ്മൾ കൊടുത്തിട്ടുണ്ട്. അത് സോൾഡർ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം, ചെറിയ ബോർഡാണ്. അപ്പോൾ അതിൻ്റെ ട്രാക്കിലോട്ട് ലെഡ് ഇല്ലാതെ നോക്കണം, ശ്രദ്ധിച്ച് ചെയ്യണം. ലൂസ് കോണ്ടാക്ട് ഇല്ലാതെ ചെയ്യണം. നമ്മളുടെ സോൾഡറിങ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ C ടൈപ്പ് ചാർജറിൻ്റെ ഇത് വെച്ചിട്ട് ഒന്ന് ചാർജ് ചെയ്ത് നോക്കിയാണ് കേട്ടോ. അപ്പോൾ അവിടെ ചാർജിങ്ങിൻ്റെ ബ്ലിങ്കിങ് ആയിട്ടുണ്ട്. അപ്പോൾ ചാർജ് ചെയ്യാനുള്ളൊരു ബ്ലിങ്കിങ് നടക്കുന്നുണ്ട് കേട്ടോ, LED. അപ്പോൾ വലിയ കുഴപ്പമൊന്നുമില്ലാതെ ഫങ്ഷൻ എല്ലാം ഓക്കെയാണ്. അപ്പോൾ നമുക്കൊന്ന് മൊബൈലിലോട്ട് ചാർജ് ചെയ്ത് നോക്കാം കേട്ടോ. അതിന് നമ്മൾ അതിൻ്റെ USB പോർട്ടിൽ നമ്മൾ USB കേബിൾ കണക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ സാംസങ്ങിൻ്റെ ഒരു ഫോണിലാണ് നമ്മൾ ചെക്ക് ചെയ്യണത്. ഓക്കെ, 49% നമുക്കതിനകത്ത് ബാറ്ററി ഉണ്ടായിരുന്നത്. അപ്പോൾ അത് കുഴപ്പമില്ലാത്ത ഒരു 10 മിനിറ്റ് കൊണ്ട് നമുക്കത് ഫുള്ളാവുന്നുണ്ട് കേട്ടോ. നമുക്ക് അത് ഫുള്ളാവുന്നുണ്ട്. അപ്പോൾ ഓക്കെ.